السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وآل كل وصحابة أجمعين. أما بعد. طيب الوترية വിത്രിയയുടെ സുഗന്ധം എപ്പിസോഡ് 53. ثلاثة أشياء بها الله خصه فوالله لو أقسمت ما كنت أحنث ثبات لرؤيا العرش والوحي بالسماء وثالثها بالحجب كان التلبث. പ്രിയപ്പെട്ടവരെ, മഹാനായ ആശിഖ് റസൂൽ ശൈഖ് മുഹമ്മദ് അൽ വിത്രി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖസീദത്തുൽ വിത്രിയിൽ ഖാഫിയത്തു സാഇന്റെ 9ാമത്തെ വരിയിൽ നമ്മളോട് പറയുന്നത്, മറ്റു സൃഷ്ടികൾക്കൊന്നും ഇല്ലാത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകതകളെ സംബന്ധിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ധാരാളം പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട്. ആ പ്രത്യേകതകളിൽ നിന്ന് ഏറെ പ്രാധാന്യമുള്ള 3 കാര്യങ്ങൾ, സലാസത്തു അശ്യാഇൻ ബിഹല്ലാഹു ഖസ്സഹു, 3 കാര്യങ്ങൾ ബിഹല്ലാഹു ഖസ്സഹു, ആ 3 കാര്യങ്ങളെ കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമാക്കി. മറ്റൊരാൾക്കും അത് നൽകിയില്ല എന്നർത്ഥം. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, ഫവല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലൗ അഖ്സംതു മാ കുന്തു അഹ്നസു, ഞാനെങ്ങാനും ആ ഒരു വിഷയത്തിൽ, ഈ ഒരു കാര്യത്തിൽ സത്യം ചെയ്തു പറഞ്ഞാൽ ആ സത്യത്തിൽ എനിക്കൊരിക്കലും പിഴവ് സംഭവിക്കുകയില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമായി അല്ലാഹു തആല കൊടുത്ത 3 കാര്യങ്ങള്, ആ വിഷയത്തിൽ ഞാനെങ്ങാനും സത്യം ചെയ്തുകൊണ്ട് അല്ലാഹുവിനെ മുൻനിർത്തി സത്യം ചെയ്തു പറഞ്ഞാലും എനിക്ക് സത്യത്തിൽ പിഴക്കുകയില്ല എന്ന്. അഥവാ അതത്രയും ക്ലിയറാണ്, അതത്രയും കറക്റ്റാണ്, അതൊരു മാറ്റവും ഇല്ല എന്ന് തന്നെയാണ് മഹാനവറുകളിൽ പറഞ്ഞതിന്റെ താല്പര്യം. ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? അടുത്ത വരിയിൽ മഹാനവറുകൾ പറയുകയാണ്, സബാത്തുൽ ലിറുഇയൽ അർശി വൽ വഹ്യു ബിസ്സമാ وثالثها بالحجب كان التلبث ثبات لرؤيا العرش. ഒന്നാമത്തെ കാര്യം, അല്ലാഹുവിന്റെ മഹത്തായ സിംഹാസനം, അർശ് എന്ന് പറയുന്ന അല്ലാഹുവിന്റെ സൃഷ്ടി, ആ സൃഷ്ടിയെ കണ്ട സമയത്ത് അവിടത്തേക്ക് യാതൊരു പതർച്ചയും ഒരു ഇടർച്ചയും കൂടാതെ അതിനെ കണ്ടു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനേകം സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടിയാണ് അർശ് എന്ന് പറയുന്നത്. ആ അർശിനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 2 കണ്ണുകളെ കൊണ്ട് നോക്കിക്കണ്ടു. ആ കാണുന്ന സമയത്ത് അവിടത്തേക്ക് യാതൊരു ഭാവപകർച്ചയും ഉണ്ടായില്ല, അവിടത്തേക്ക് യാതൊരു പ്രയാസവും ഉണ്ടായില്ല, ഉറച്ചു നിന്നു. അങ്ങനെ ആ അർശിനെ കണ്ടു. രണ്ടാമത്തെ കാര്യം, അൽ വഹ്യു ബിസ്സമാ, ആകാശലോകത്ത് നിന്ന് അല്ലാഹു തആല നേരിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സന്ദേശം കൈമാറി. മഹാന്മാരായ അമ്പിയാക്കൾക്ക് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സന്ദേശം, അല്ലാഹുവിന്റെ അരികിൽ നിന്നുള്ള, അല്ലാഹുവിൽ നിന്നുള്ള മെസ്സേജ്
അത് കൊണ്ടുവരൽ മഹാനായ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. എന്നാൽ ആകാശ ലോകത്ത് വെച്ചുകൊണ്ട് റജബ് 27 അന്ന് അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആകാശാരോഹണം നടത്തിയ സമയത്ത് ആകാശ ലോകത്ത് വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംബോധന നടത്തിയത് നമുക്കറിയാമല്ലോ. അവിടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇടനിലക്കാരനായി മധ്യവർത്തിയായി ഉണ്ടായിരുന്നില്ല. മറിച്ച് അല്ലാഹുവിൽ നിന്ന് നേരിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഹി സ്വീകരിച്ചു. ആ ഒരു പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ മാത്രം നിക്ഷിപ്തമാണ്. മറ്റൊരാൾക്കും മറ്റൊരു പ്രവാചകനിക്കും ആ ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. ഫൗഹാ ഇലാ അബ്ദിഹി മാ ഔഹാ, ശുദ്ധമായ ഖുർആൻ പറയുന്നു, നമ്മുടെ ദാസനിലേക്ക് വഹി അറിയിച്ചു, സന്ദേശം കൊടുത്തു. വസാലിസുഹാ, മൂന്നാമത്തെ പ്രത്യേകത, ബിൽ ഹുജ്ബി കാനത് തലബ്ബുസു, അല്ലാഹുവും അവന്റെ സൃഷ്ടിയും തമ്മിലുള്ള ധാരാളം മറകളുണ്ട്. ആ മറകളെ ഒക്കെയും ഭേദിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവുമായി കൊണ്ട് സംഭാഷണം നടത്തി എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നേരിട്ട് കാണുക എന്നുള്ളത് ഈ ഭൂമി ലോകത്ത് വെച്ചുകൊണ്ട് ലോകത്തൊരു സൃഷ്ടിക്കും കഴിയില്ല, കഴിഞ്ഞിട്ടുമില്ല. ദുനിയാവിൽ വെച്ചുകൊണ്ട് നമുക്ക് അല്ലാഹുവിനെ കാണാൻ കഴിയുകയുമില്ല. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ 2 കണ്ണുകളെ കൊണ്ട് അല്ലാഹുവിനെ കണ്ട് സന്തോഷിച്ച് സായുജ്യമടഞ്ഞവരാണ്. വിശ്വാസികൾക്ക് നാളെ പാരത്രിക ലോകത്ത് അവരുടെ ശാശ്വത സങ്കേതമാകുന്ന സ്വർഗീയ ആരാമത്തിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ദർശിക്കാൻ കഴിയും. അല്ലാഹു നമുക്കതിന് ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇസ്രാ മിഅ്റാജിന്റെ യാത്രയിൽ അല്ലാഹുവും മുത്തുനബി സൃഷ്ടിയും തമ്മിലുള്ള എല്ലാ മറകളെയും എല്ലാ അതിർവരമ്പുകളെയും ഭേദിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉദ്ദേശിച്ച സ്ഥലത്തെത്തുകയും അവിടെ അല്ലാഹുവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മാത്രമുള്ളൊരു ലോകത്ത് അവിടുന്ന് അല്ലാഹുവിനെ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷിക്കുകയും ചെയ്തു. അപ്പോ ഈ ഒരു പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകതയാണ്. ബഹറുൻ നൂറും ഭേദിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് പോലും പെർമിഷൻ ഇല്ലാത്ത സ്ഥലത്തേക്ക് മുത്തുനബിയെ കൊണ്ടുപോയി അവിടെ വെച്ചുകൊണ്ട് അല്ലാഹുവോട് മുനാജാത്ത് നടത്തിയതായി സംഭവം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്ത പ്രത്യേകതകളാണ്. ആ ഒരു പ്രത്യേകത മറ്റൊരാൾക്കും അല്ലാഹു കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് മഹാനായ ഇമാം ഇത്തിരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ ഈ വിഷയത്തിൽ സത്യം ചെയ്തു പറഞ്ഞാൽ എന്റെ സത്യത്തിൽ പിഴവ് സംഭവിക്കുകയില്ല എന്ന്. അല്ലാഹു ആ ഹബീബിന്റെ യഥാർത്ഥ ഉമ്മത്തുകളായി ജീവിച്ചു മരിക്കാൻ നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാവട്ടെ. അവിടുത്തെ തിരുഹളറത്തിൽ ധാരാളം തവണ ചെന്ന് സിയാറത്ത് ചെയ്ത് സന്തോഷിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.